റബീഉൽ അവ്വൽ മാസമൊക്കെ നമ്മൾ വേർപിരിഞ്ഞ് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഇതുപോലെ സ്വീകരിക്കാൻ നമുക്ക് ആയുസ് ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദര സഹോദരിമാരെ, ഇതൊരു സഹാബത്തിന്റെ പ്രേമമാണെങ്കിൽ എന്റെ ഉമ്മമാര് പിന്തുടരേണ്ടത് ആരതാണ് അറിയുമോ? നിങ്ങൾക്ക് കബീസ ബിൻത് റാബിയ എന്ന സഹോദരിയെ അള്ളാന്റെ റസൂലിനെ അമിതമായി മുഹബ്ബത്ത് വെച്ചിരുന്ന പെണ്ണാണ്. ഏത് രൂപത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് കുമാരനോട് ഒരു കോളേജ് കുമാരിയോട് തോന്നുന്ന ചോക്ലേറ്റ് പ്രേമമല്ല, അള്ളാന്റെ റസൂല് കൊണ്ടുവന്ന തിയറിയോടുള്ള പ്രേമമാണ്. അൽ അമീൻ എന്ന് പറയുന്ന അടങ്ങാനാവാത്ത ആവേശമാണ്. നിങ്ങൾ ഉഹദ് യുദ്ധരണാങ്കള വേളയിൽ അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ശത്രുക്കൾ നുണക്കഥ പറഞ്ഞു വരുത്തുകയാണ്. ഉഹദ് യുദ്ധത്തിൽ അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ശത്രുക്കൾ നുണക്കഥ പറഞ്ഞു വരുത്തി. ഈ കബീസ ബിൻത് റാബിയ എന്ന സഹോദരിയുടെ പിതാവും സഹോദരനും മകനും ഭർത്താവും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കബീസ ബിൻത് റാബിയ എന്ന സഹോദരിയുടെ പിതാവും ഭർത്താവും മകനും സഹോദരനും 4 പേരും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂല് വഫാത്തായി എന്നതാ ശത്രുക്കളെ നുണക്കഥ പറഞ്ഞു വരുത്തിയപ്പോ കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ഈ വാർത്ത കേൾക്കുകയാണ്. അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് കബീസ ബിൻത് റാബിയ എന്ന സഹോദരിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. കബീസ ബിൻത് റാബിയ എന്ന സഹോദരിക്ക് ആ കബീസ ബിൻത് റാബിയ എന്ന സഹോദരിയതാ ഉഹദ് യുദ്ധരണാങ്കള വേളയിലേക്ക് ഓടുകയാണ്. വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ ഉഹദ് യുദ്ധം നടന്ന ആ പ്രദേശത്തേക്ക് കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ഓടാൻ തുടങ്ങി. കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ഇങ്ങനെ ഓടുമ്പോ ഒരു സഹാബി വന്ന് പറയുന്നു, പൊന്നുമോളെ കബീസ, നിന്റെ മണിയറിയെ മുഖരിതമാക്കിയ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലയോ കബീസ? ആ പ്രിയപ്പെട്ട ഭർത്താവതാ ഉഹദ് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. നിന്റെ ഭർത്താവ് നിന്റെ മണിയറിയെ മുഖരിതമാക്കിയ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തന്ന നിന്റെ സ്വപ്നങ്ങൾക്കെല്ലാം മധുര 17 കൂട്ടുകൂട്ടി കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലയോ കബീസ? ആ ഭർത്താവതാ ഉഹദ് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. ഈ സമയത്ത് കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ആ സഹാബിയോട് ചോദിക്കുന്നു, ഐന റസൂൽ, എവിടെയാണ് എന്റെ ഹബീബ്? എനിക്ക് എന്റെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരുമോ? ആ സഹോദരി വീണ്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിനെ കാണാൻ വേണ്ടി അമിതമായ താല്പര്യം വെച്ചുകൊണ്ടതാ ഉഹദ് യുദ്ധരണാങ്കള വേളയിലേക്ക് ഇങ്ങനെ ഓടുമ്പോ വീണ്ടും ഒരു സഹാബി എന്ന് പറയുന്ന പെണ്ണുമോളെ കബീസ, നീ ഒരുപാട് താരാട്ട് പാടിയ, നീ ഒരുപാട് താലോലിച്ച, നീ ഒരുപാട് ചുടുചുംബനങ്ങൾ നൽകി കഴിഞ്ഞ പട്ടാപാതിരാവിന്റെ കൂറ്റാകൂരിനുള്ളിൽ ഒരുപാട് ഉറക്കമൊഴിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ പുന്നാര മകനില്ലയോ കബീസ? ആ പുന്നാര മോനും ഉഹദ് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. എന്റെ പ്രിയപ്പെട്ട മകനും ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി പോയി മോളെ. ഈ സമയത്തും കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ചോദിക്കുന്നത് എന്താ? എവിടെയാണ് എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? എവിടെയാണ് എവിടെയാണ് എന്റെ ഹബീബുള്ളാഹ്? ആമുഖം കാണാത്ത ജീവിതം ഏറെ ദുരിതവുമാ, ആപ്പുമേനി കണ്ടില്ലെങ്കിൽ ഏറെ ദുരിതവുമാ. എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണണം, എനിക്കെന്റെ പൂമുത്തിനെ ഒന്ന് കാണണം, എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരുമോ? ആ സഹോദരൻ വീണ്ടും പറയുന്ന, പൊന്നുമോളെ കബീസ, ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പിതാവില്ലയോ കബീസ? ആ പിതാവും ഉഹദ് യുദ്ധരണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. ആ സമയത്തും കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ചോദിക്കുന്നത് എന്താ? എന്റെ സഹോദര സഹോദരിമാരെ, അള്ളാന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ 12 നമ്മുടെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അവിടെ കൂടിക്കൊണ്ട് 2-3 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് നമുക്ക് വരില്ല. എന്റെ ഉമ്മമാരെ, കബീസ ബിൻത് റാബിയ എന്ന സഹോദരിയുടെ ജീവിതം എന്താ? സഹോദരൻ മരിച്ച പ്രശ്നമല്ല, സ്വന്തം മകൻ മരിച്ച പ്രതിസന്ധിയില്ല, ഭർത്താവ് മരിച്ച ഒരു വിഷമവുമില്ല, സ്വന്തം പിതാവും സഹോദരനും ഭർത്താവും
സഹോദരന്റെ മകന് മരിച്ചിട്ട് പോലും ആ കബീസ ബിൻത് റാബിയ എന്ന സഹോദരി ഒരിറ്റ് കണ്ണുനീര് പൊഴിക്കിയിട്ടില്ല. അള്ളാന്റെ റസൂല് വഫാത്തായി എന്നതാ ശത്രുക്കൾ നുണക്കഥ പറഞ്ഞു വരുത്തിയപ്പോ ഒരിക്കലും അത് വിശ്വസിക്കാൻ കബീസ ബിൻത് റാബിയ എന്ന സഹോദരിക്ക് കഴിയുന്നില്ല. ഉഹദീകരണങ്ങളുടെ വേളയിലേക്ക് ഒരു ഭ്രാന്തിയെ പോലെ അള്ളാന്റെ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ വളരെ താല്പര്യം കൊണ്ട് വിഷമത്തോടുകൂടി ചെന്ന് നോക്കുമ്പോഴതാ അള്ളാന്റെ മുത്ത്, അള്ളാന്റെ ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്നത് കണ്ടപ്പോ കബീസ ബിൻത് റാബിയ എന്ന സഹോദരി കുല്ലു മുസീബത്തിൻ യാ റസൂലല്ലാഹ് കുല്ലു മുസീബത്തിൻ ലദൈക യാ റസൂലല്ലാഹ് എന്റെ 4 പേരും ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ പിതാവ് മരണപ്പെട്ടു നബിയേ, എന്റെ ഭർത്താവ് മരണപ്പെട്ടു നബിയേ, എന്റെ സഹോദരനും മരണപ്പെട്ടു നബിയേ. ഞാൻ ഒരുപാട് താരാട്ട് പാടിയ, ഒരുപാട് താലോലിച്ച, ഒരുപാട് താരാട്ടിന്റെ ചുടുചുംബനങ്ങൾ നൽകി കഴിഞ്ഞ എന്റെ പുന്നാര മകനും വേർപിരിഞ്ഞു പോയി നബിയേ. അങ്ങയുടെ ഈ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോ മുസീബത്തിൽ ലദൈക യാ റസൂലല്ലാഹ് 4 പേര് എന്നിൽ നിന്ന് വേർപിരിഞ്ഞു. എന്റെ പിതാവ് മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, സഹോദരൻ മരണപ്പെട്ടു. ഞാൻ ഒരുപാട് ഉറക്കമൊഴിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ എന്റെ പുന്നാര മകനും മരണപ്പെട്ടു. ആ 4 പേര് മരണപ്പെട്ടതിന്റെ വിഷമമെല്ലാം അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോ ആ വിഷമമെല്ലാം എനിക്ക് തീർന്നുപോയി നബിയേ. ഇതാണ് പ്രേമം. അള്ളാന്റെ റസൂലിനോടുള്ള അമിതമായ മുഹബത്ത് നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. എന്റെ സഹോദര സഹോദരിമാരെ, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് നമ്മൾ ആത്മീയതയെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ഇത്തരം ഒരു ചുറ്റുപാട് നമുക്കുണ്ടാക്കാൻ വേണ്ടി മുൻകഴിഞ്ഞു പോയ ആളുകൾ, സഹാബത്തുൽ കിറാമെല്ലാം വളരെ ത്യാഗങ്ങൾ അനുഭവിച്ചതിന്റെ പേരിലാണ് അള്ളാന്റെ ദീന് നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. ഇന്ന് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷത്തിന് വേണ്ടി കഴിഞ്ഞു പോയ സഹാബാക്കളെല്ലാം വളരെ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, വളരെ വിഷമം അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ പോലും യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് അവരെല്ലാം ആഗ്രഹിച്ചതെന്താണ്? അവരെല്ലാം ആഗ്രഹിച്ചതെന്താണ്? കലിമത്തുല്ലാഹി അൽ ഉലിയ, കലിമത്തുല്ലാഹി അൽ ഉലിയ, അല്ലാഹുവിന്റെ മതം നേരാവണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അടർകളത്തെ കിടിലം കൊള്ളിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും അവർ പുറകോട്ട് പോവില്ല. ഏതൊരു സത്യത്തിലും അവർ പ്രതീക്ഷിക്കുന്നതെന്താണ്? അല്ലാഹുവിന്റെ കയ്യൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പിയുടെ നാദം കൊണ്ട് അലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമത്തിലെ പച്ചക്കിളിയുടെ മധ്യത്തിൽ ആത്മാക്കൾ നിക്ഷേപിച്ചുകൊണ്ട് പാറിപ്പൊളിക്കാൻ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാണ്ട് അർഹത അല്ലാഹു കൊടുക്കുകയാണ്. ആ വിഭാഗം ഏതെന്നറിയുമോ? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ശഹീദന്മാരാണ്. അള്ളാന്റെ പാരത്രികമായ ലോകത്ത് സ്വർഗത്തിൽ ഒരു ഉന്നതമായ പദവി കൊടുക്കുന്ന ഒരു വിഭാഗം